ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകൊണ്ടാണ്. ആച്ചാത്ത് സിദ്ദീഖ് അസ്മ ദമ്പതിമാരുടെ വീടാണ്. അപ്പം നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളും ഗേറ്റും ഒന്ന് നോക്കാം. ഇതൊരു ഉയർന്ന പ്രദേശമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ പുറത്തേക്ക് ഉണ്ട്. ആ ഒരു വ്യൂ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് മുറ്റത്ത് നിന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഗേറ്റിന് മുകളിലായിട്ട് പടിപ്പുര ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ജിയയുടെ സ്ലൈഡിങ് ഗേറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഒരു ഭാഗം സ്ലൈഡ് ചെയ്യുക, ഒരു ഭാഗം നോർമലായിട്ട് ഓപ്പൺ ചെയ്യുക കേട്ടോ. നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ ഉള്ള വ്യൂ ആണ്. മുറ്റത്ത് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. 12 സെൻറ്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുറ്റം കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ഗ്രാസിലാണ്. അതിനകത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാള് കണ്ടില്ലേ, ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പം ഇവിടെ ജിയയുടെ ഹാൻഡ് റെയിൽ പോലെയാണ് വാള് ചെയ്തിട്ടുള്ളത്. ഇടയിലായിട്ട് പില്ലറുകൾ വരുന്നുണ്ട്, അതിനകത്തൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിട്ടാണ് പോർച്ച് ചെയ്തിട്ടുള്ളത്. ട്രസ് വർക്കിലാണ് പോർച്ച് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എലിവേഷനാണ് വീടിന് നൽകിയിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡൻ ഗ്രേ കളർ കോമ്പിനേഷനാണ്. ഇവിടെ ഗ്രേ കളറിൽ കൊടുത്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻറ്റും. ഫ്രണ്ടിലായിട്ട് വരുന്നത് ക്ലാഡിംഗ് ടൈലും ആണ്. കൂടാതെ ജിയയുടെ ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. ഫ്ലാറ്റ് റൂഫും സ്ലോപ്പ് റൂഫും ഷോ വാളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ വീടിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ഒരു ലോണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നാച്ചുറൽ ഗ്രാസും പ്ലാന്റ്സും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വീടിൻ്റെ റൈറ്റ് സൈഡാണ്. ഇവിടെ ഒരു ടാപ്പ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തൈകളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് നോക്കാം. ഇവിടെ എൽ ഷേപ്പിൽ ഓപ്പൺ സിറ്റ് ഔട്ടാണ് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കോബിൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ സീലിംഗ് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് 2 വുഡൻ ചെയറും ഒരു ടീ ടേബിളും നൽകിയിട്ടുണ്ട്. ഇവിടെ വാളിലായിട്ട് ഈ ഒരു വുഡൻ പീസിൽ വീടിൻ്റെ നെയിം എഴുതിയിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ഒരു ഷൂ റാക്ക് നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു സൈഡിൽ ഒരു ഊഞ്ഞാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വണ്ടർ കട്നി മാർബിളാണ്. ഇനി നമുക്ക് മെയിൻ ഡോറ് നോക്കാം. വളരെ സിമ്പിളായിട്ട് ടീക്ക് വുഡിൽ ഡബിൾ ഡോറായിട്ട് ചെയ്തിട്ടുള്ളതാണ്. 4 മുക്കാലും ആയിട്ടാണ് ഷട്ടർ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു പാസേജിലോട്ടാണ്. ഒരു വലിയ ഹാള് കൊടുത്തിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 400x330 ഇതിൻ്റെ സൈസ് വരുന്നത്. അതായത് ഈ ഒരു ഫോയർ സ്പേസും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ. ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MS-ന്റെ ഫ്ലാറ്റ് റാഡും 6 mm തിക്നെസ്സിൽ വരുന്ന സ്ക്വയർ റാഡും വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ മൾട്ടിവുഡിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സീറ്റിങ്ങിന് വേണ്ടിയിട്ട് റക്സിനയുടെ ഒരു ഷീറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലിവിങ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. താഴെ മാറ്റ് വിരിച്ചിട്ടുണ്ട്. വുഡൻ്റെ ഒരു ടീ ടേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കോർണർ സെറ്റിയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ഭാഗം ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ട് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഭംഗിയുള്ളൊരു വാൾ ഡെക്കോർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വരുന്ന ഈ ഒരു പാസേജിൽ കൊടുത്തിട്ടുള്ള സീലിംഗ് പ്ലൈവുഡ് വിത്ത് വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. അതിന് അകത്ത് കോബിൾ സ്റ്റോണും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കടന്നു വരുമ്പം ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് 2 ബെഡ്റൂംസ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ഡൈനിങ് ടേബിൾ, സ്റ്റെയർ, പ്രെയർ റൂം എന്നിവ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് സീലിങ്ങിലായിട്ട് 3 സിമ്പിളായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ടേബിളിൻ്റെ ഭാഗത്തേക്ക് ജിപ്സൺ ബോർഡും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആദ്യം ഈ ഒരു പ്രെയർ റൂം നോക്കാം. വുഡിലും ഗ്ലാസ്സിലുമാണ് ഡോറ് നൽകിയിട്ടുള്ളത്.
ഇവിടെ ഡോറിന് ചുറ്റും പാനൽ ചെയ്തിട്ടുണ്ട്. 272 230 ഇതിൻ്റെ സൈസ് വരുന്നത്. റൂമിലേക്ക് കയറുന്ന ഭാഗത്ത് ഇവിടെ വാഷ് ഏരിയ ചെയ്തിട്ടുണ്ട്. വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് വിരിച്ചിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ ലെങ്തി ആയിട്ടുള്ളൊരു വിൻഡോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ മൾട്ടിവുഡിൽ CNC കട്ടിങ് കൊടുത്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ വാൾ ഫ്രെയിം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ പരിചയപ്പെടാം. ഇതിൻ്റെ സൈസ് വരുന്നത് 696 400 8 സീറ്റോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. ഇവിടെ ഭംഗിക്ക് വേണ്ടിയിട്ട് വാൾ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്കാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന് താഴെയായിട്ടാണ് ഇവിടെ വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് ഇവിടെ ഒരു കോർട്ട്യാർഡ് ചെയ്യാവുന്ന രീതിയിലും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് താഴെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ്. വാഷ് ബേസിന് താഴെയായിട്ട് ഷെൽഫ് ചെയ്തിട്ടുള്ളത് അക്വറിലിക്കിലാണ്. ടോപ്പിൽ വരുന്നത് ഫുൾ ബോഡി ടൈലാണ്. ബാക്കിൽ പാനൽ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിൽ വരുന്നൊരു മിററാണ് നൽകിയിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ബേസിനും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് നോക്കാം. ബെഡ്റൂമിൻ്റെ ഈ ഒരു വാളിൽ ചെയ്തിട്ടുള്ള ഡിസൈന് BB ബോക്സ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഫോയറാണ്. ഈ ഒരു ഭാഗത്ത് സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഇത് അയൺ ടേബിളായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അയൺ ബോക്സ് ഹോൾഡർ ഒന്ന് കണ്ടുവച്ചോളൂ കേട്ടോ. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വന്നിട്ടുള്ളത്. ബാത്റൂമിന് മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. 150 220 ഇതിൻ്റെ സൈസ് വരുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ ടൈലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. 390 360 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. നല്ല ഭംഗിയിലാണ് ഇവിടെ കോട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹെഡ് വാളിൽ പ്ലൈവുഡാണ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും ഷെൽഫ് വരുന്നുണ്ട്. അതുപോലെ സിംഗിൾ വിൻഡോസ് ആണ് വന്നിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് 2 ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ നിന്ന് ഒരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ വിൻഡോസിൽ ചെയ്തിട്ടുള്ളത് റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻ ആണ്. വാർഡ്രോബ് വരുന്നത് മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ കിച്ചണും വരുന്നത്. ഇവിടെയും ഫസ്റ്റ് ഒരു പാസേജ് വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഡ്രസ്സിങ് ഏരിയ നോക്കാം. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 ഷെൽഫുകൾ നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട്
ഒരു വലിയ മിറർ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതാ ഒരു ഓപ്പൺ ഷെൽഫും വരുന്നുണ്ട്. ബാത്റൂമിന് ഡോർ നൽകിയിട്ടുള്ളത് വൈറ്റ് കളറിൽ തന്നെയാണ്. 220-150 ഈ ഒരു ബാത്റൂമിൻ്റെയും സൈസ് വരുന്നത്. വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ടൈല് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തും ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസും 360-390 ആണ്. നല്ല ഭംഗിയിലാണ് ഈ ഒരു കോട്ടിൻ്റെ ഹെഡ് വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ സീലിങ്ങും വന്നിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് അറബിക് ഡിസൈൻ കൊടുത്തിട്ട് അതിനകത്ത് വാൾ ഡെക്കോർ ചെയ്തിട്ടുള്ളതാണ്. കോട്ടിൻ്റെ ഹെഡ് ബോർഡ് കുഷ്യനായിട്ടാണ് വന്നിട്ടുള്ളത്. 2 സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ബേ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ടോൾ യൂണിറ്റ് പോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് നെസ്റ്റിൻ ഇൻറ്റീരിയേഴ്സ് ആണ്. അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കോസ്റ്റ് വന്നിട്ടുള്ളത് 12.5 ലക്ഷമാണ് കേട്ടോ. ഇനി കിച്ചൺ നോക്കാം. കിച്ചൻ്റെ ഡോറ് കരിവാക വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കിച്ചൺ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ഇത് വിശദീകരിച്ച് വരുമ്പം ഇനിയും വീഡിയോ ലെങ്ത് ആകും. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു കിച്ചൺ ടൂറായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇവിടെ വിറകടുപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൻ്റെ പുറത്തേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഏരിയ കൂടിയുണ്ട്. അപ്പം ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു കിച്ചൺ ടൂർ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കണ്ടാലോ. സ്റ്റെയർ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ജിയായുടെ ഫ്രെയിം കൊടുത്തിട്ട് അതിനകത്ത് കരിവാക വുഡാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളിൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് പർഗോള ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ മുകളിൽ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണ്. ഇവിടെ 2 ബെഡ്റൂംസ്, ബാൽക്കണി, ഒരു ഓപ്പൺ ടെറസ് എന്നിവയാണ് വരുന്നത്. നേരെ കാണുന്നതാണ് 2 ബെഡ്റൂംസ് കേട്ടോ. ഇവിടെ ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഉള്ള ആ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് സീലിങ്ങും. ഇവിടെ വന്നിട്ടുള്ള 2 ബെഡ്റൂംസും കിഡിലനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ ഓപ്പൺ ടെറസ് വന്നിട്ടുള്ളത്. താഴെ മാറ്റ് ടൈപ്പ് ടൈല് വിരിച്ചിട്ടുണ്ട്. റൂഫിൽ ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. സൈഡൊക്കെ നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ടെറസിലേക്ക് ലാഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വാഷ് മെഷീനൊക്കെ ഇവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ ഒരു സിറ്റിംഗ് ഏരിയ പോലെ ചെയ്തിട്ട് അതിന് താഴെ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു വാളിലായിട്ടും ഒരു ഷെൽഫ് വരുന്നുണ്ട്.
ഇനി ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. നമ്മൾ താഴെ കണ്ടിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂംസ് വന്നിട്ടുള്ളത്. ആദ്യം ഡ്രസ്സിങ് ഏരിയ ആണ് വരുന്നത്. നല്ല സിമ്പിളായിട്ട് സ്റ്റാൻഡേർഡ് ലുക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. ഈ ഒരു കോട്ടിൻ്റെ ഹെഡ് വാൾ ഡിസൈൻ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ സീലിങ്ങിൽ LED ലൈറ്റ്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലായിട്ടും ഒരു ബേ വിൻഡോ വരുന്നുണ്ട്. പിന്നെ ദാ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ബാത്റൂം നോക്കാം. ഇതിൻ്റെ അളവ് പറയാത്തത് താഴെ കാണിച്ചിട്ടുള്ള അതേ രീതിയിലാണ് കേട്ടോ മുകളിലും വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം. ഒരു രക്ഷയില്ലാത്തൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത്. കടന്ന് വരുന്ന ഭാഗത്ത് ഇവിടെ സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോമ്പിനേഷൻ പീകോക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ്. ഇവിടെ മുകളിലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിന് മുകളിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഇതാ സ്റ്റഡി ടേബിളിന് മുകളിൽ തന്നെ ഒരു ഭംഗിയുള്ള ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ട് അതിനകത്ത് സ്ട്രിപ്പ് ലൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന് മുകളിലായിട്ട് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഒരു ഓവൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു കോട്ട് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് നല്ല ഭംഗിയിൽ സീലിംഗ് വരുന്നുണ്ട്. അതുപോലെ ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹെഡ് വാളിൽ അറബിക് ഡിസൈൻ കൊടുത്തിട്ട് അതിനകത്ത് വാൾ ഫ്രെയിം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് വാളിൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഗ്ലാസ് കൊടുത്തിട്ടുള്ളതാണ്. ഇനി വാർഡ്രോബ് നോക്കാം. ഈ ഒരു വാർഡ്രോബ് ഡിസൈൻ സൂപ്പറാണ്. D ഷേപ്പിലാണ് മിറർ കൊടുത്തിട്ടുള്ളത്. കൂടാതെ 2 ഷെൽഫും അതിനോട് ചേർന്ന് വരുന്നുണ്ട്. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഭാഗം ബാൽക്കണി ആയിട്ടും ബാക്കി ഓപ്പൺ ടെറസുമായിട്ടാണ് കിടക്കുന്നത്. അതിന് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. ജയയുടേതാണ്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.